സ്വപ്നം കണ്ട ചക്രവ്യൂഹമാണ്. പക്ഷെ അതിനൊരാൾ മുന്നിട്ടിറങ്ങിയാൽ നടക്കും. ഉയർത്തെണീറ്റ പ്രതിപക്ഷത്തെയും ശക്തനായ അമരക്കാരനെയുമാണ് ഇന്ന് ലോക്സഭ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മോദി സർക്കാരിന്റെ വീഴ്ചകൾ പ്രതിപക്ഷം എണ്ണിപ്പറഞ്ഞതോടെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം പ്രയാസപ്പെട്ടു. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനൊരു വികാരജീവിയാണ്. രാഹുൽ ഗാന്ധിയുടെ രൂക്ഷ പരിഹാസത്തിന് മുന്നിലാണ് ആയുധങ്ങളില്ലാതെ സർക്കാർ വീണുപോയത്. കഴിഞ്ഞ പതിറ്റാണ്ടിൽ ഇങ്ങനെയൊരു പ്രതിപക്ഷ ആക്രമണം പാർലമെന്റിൽ നരേന്ദ്രമോദി നേരിട്ടിട്ടില്ല. മുതിർന്ന ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ? ये मैं नहीं बोल रहा हूं, प्रधानमंत्री ने बोला है कि मेरा डायरेक्ट कनेक्शन है भगवान के साथ. മതി, ധാരാളം മതി. ഞാൻ ദാദാ സാഹിബിനോട് എന്നും നന്ദിയുള്ളവനായിരിക്കും. एक दिन प्रधानमंत्री 8 बजे कहते हैं पता नहीं फाइन ट्यूनिंग हो गई भगवान के साथ, डायरेक्ट मैसेज भगवान. सर ने बोला है सर, प्रधानमंत्री ने ये बोला है. എന്താണ് പറയൂ. ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് തന്നെ. मैंने नहीं बोला, मैंने नहीं बोला. എല്ലാ കാര്യത്തിനും അതിന്റേതായ ഒരു സമയമുണ്ട് ദാസ. നരേന്ദ്രമോദിയെ വിട്ടുവീഴ്ചയില്ലാതെ ആക്രമിച്ച് വൻ ആത്മവിശ്വാസമാണ് രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചത്. അടിസ്ഥാന വിഷയങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെതിരെ നീങ്ങിയ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ പരിഹസിക്കാനുള്ള അവസരങ്ങൾ വെറുതെ കളഞ്ഞുമില്ല. രാഹുലിന്റെ പ്രസംഗത്തിന് മോദി നേരിട്ട് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയ്ക്കും ഇതാദ്യമായി ലോക്സഭ സാക്ഷ്യം വഹിച്ചു. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്?